എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒരു സ്ത്രീയെ കാണിക്കുന്നു. അവളാവട്ടെ ഒരു കുഞ്ഞിനെ ഓർത്ത് ഇപ്പൊ കരഞ്ഞ് പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അവളുടെ കയ്യിൽ നോക്കിയാ ഇപ്പൊ ആ ഒരു സ്റ്റാർ കാണാൻ കഴിയും. അപ്പൊ ഇവളാണ് സ്റ്റാർ വില്ലേജിൽ നിന്ന് മാസ്ക് ഇട്ട് ആ ഒരു സ്റ്റാർ അവിടുന്ന് അടിച്ചു മാറ്റിയത്. കട്ട് ചെയ്താ ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡില് മാസ്ക് ഇട്ട ഏതോ ഒരാള് നമ്മുടെ സുമറു പയ്യനെ അടിച്ചോണ്ട് പോയില്ലേ. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോ നെജി കുട്ടപ്പനോട് ചോദിക്കും, അവൻ എവിടേക്കാ പോയത്, എന്താ സംഭവിച്ചതെന്ന് നീ ഞങ്ങളോട് പറ. അവരുടെ ചോദ്യം കേൾക്കുമ്പോ ഇപ്പൊ കുട്ടപ്പന് ഒരുപാട് വിഷമായി അവൻ തല കുനിച്ചു നിൽക്കും. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും അവനെ ആ ഒരു മാസ്ക് മാൻ കടത്തിക്കൊണ്ടു പോയെന്ന്. അങ്ങനെ വേറെ വഴിയില്ലാതെ അവിടെ തളർന്നു കിടക്കുന്ന എല്ലാവരെയും തൂക്കിയെടുത്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാര് ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ആരംഭിക്കും. ഇപ്പൊ ഹൊഗൂറയ്ക്ക് ബോധം വന്ന് മിസൂറ എവിടെയെന്ന് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും. അതിന് കുട്ടപ്പൻ പറയും ആ മാസ്ക് മാൻ അവനെ തൂക്കിയെടുത്ത് ഡെത്ത് ഓഫ് വാലി വഴി എവിടേക്കോ ഓടി രക്ഷപ്പെട്ടു. കട്ട് ചെയ്താ ഇപ്പൊ സുമറുവിന് ആരോ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതാരാണെന്ന് നോക്കിയാല് ഇപ്പൊ അക്കമോഷി പറയും നമുക്ക് ഇവനെ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റാർ അത് കണ്ടെത്താൻ കഴിയും. ഇവനെ ഉപയോഗിച്ച് ആ കള്ളനെ കണ്ടുപിടിച്ച് ഇവനെയും ആ കള്ളനെയും കൊന്നു തള്ളി ആ സ്റ്റാർ ഞാൻ തന്നെ തീർച്ചയായിട്ടും കൈവശമാക്കുമെന്ന് പറഞ്ഞ് അവൻ ഇപ്പൊ ചിരിക്കാൻ തുടങ്ങും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെജി ആവട്ടെ ഇപ്പൊ മിസോറയുടെ അടുത്ത് വന്ന് അവളെ കംപ്ലീറ്റ് ആയിട്ട് അവന്റെ വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ സ്കാൻ ചെയ്യും. അവളുടെ ബോഡി മുഴുവൻ ഇപ്പൊ തകർന്നിരിക്കുകയാണെന്ന് മനസ്സിലായി നെജി പറയും ഉറപ്പായിട്ടും നീ കുറച്ചു നാളത്തേക്ക് റെസ്റ്റ് എടുക്കണം. അവള് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരുപാട് വേദന സഹിച്ച് പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. പക്ഷെ ഓൾറെഡി അവളുടെ ബോഡി ഒരുപാട് വീക്ക് ആയതുകൊണ്ട് ഇപ്പൊ അവൾ അങ്ങനെ താഴേക്ക് വീഴും. ഇവിടെ സൊമറു പയ്യൻ അവൻ ബോധമില്ലാതെ കിടക്കുമ്പോ അവന്റെ മനസ്സിലേക്ക് ഇപ്പൊ ഒരുപാട് സ്റ്റാർസ് വരും. അവന്റെ പപ്പയും മമ്മിയും മരിച്ചു പോയതോർത്ത് അവനിപ്പോ ഒരുപാട് വിഷമിച്ച് കരയാനായിട്ട് ആരംഭിക്കും. അപ്പൊ സ്റ്റാർ വില്ലേജിന്റെ ആ ഒരു മരിച്ചുപോയ ഹൊക്കാകെ അവന്റെ സ്വപ്നത്തിൽ വന്നു പറയും, നീ ഒരിക്കലും കരയരുത്, നിന്റെ പപ്പയും അമ്മയും ആ ഒരു സ്റ്റാറിന് വേണ്ടിയും നമ്മുടെ ഗ്രാമത്തിന് വേണ്ടിയുമാണ് അവരുടെ ജീവൻ തന്നെ കൊടുത്തത്. നീ ഈ ഗ്രാമത്തിൽ ജനിച്ചത് ഈ ഗ്രാമത്തിന്റെ ഒക്കാകെയായി തീരാനാണ്. അതിലൂടെ ഗ്രാമത്തെയും ആ ഒരു സ്റ്റാറിനെയും സംരക്ഷിക്കാനാണ് നീ നിയുക്തനായിരിക്കുന്നത്. നിന്റെ പപ്പയും അമ്മയെ പോലെ നീയും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഗ്രാമത്തിൽ ജീവിക്കണം. ഇനി ഒരിക്കലും നീ കരയാനായിട്ട് പാടില്ല. കട്ട് ചെയ്ത ആ ഒരു സ്റ്റാർ അടിച്ചു മാറ്റിയ പെണ്ണ് വീണ്ടും മാസ്ക് വെച്ച് ഇപ്പൊ എവിടേക്കോ യാത്ര ആരംഭിക്കും. അതേസമയം കുട്ടപ്പൻ ഇവിടെ ബെല്ലൊക്കെ വെച്ച് ഇപ്പൊ എന്തോ ഒരു ട്രാപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നെജി ഇപ്പൊ കുട്ടപ്പന്റെ അടുത്ത് വന്ന് പറയും, ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മിസോറ അവള് മരണപ്പെടും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഹൊക്കൂട്ടെ ആവട്ടെ ഇവര് സംസാരിക്കുന്നതെല്ലാം തന്നെ ഇപ്പൊ ഒളിഞ്ഞു നിന്ന് കേൾക്കും. ഇവിടെ നെജി പറയും അവന്റെ ചക്ര പവർ തന്നെയാണ് ഇപ്പൊ അവന്റെ ബോഡി അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അവന്റെ ബോഡിക്ക് താങ്ങുന്നതിനേക്കാൾ കൂടുതലാണ് അവന്റെ ബോഡിയിലൂടെയുള്ള ചക്ര ഫ്ലോ. അവന്റെ ചക്ര പവർ കൊണ്ട് തന്നെ അവൻ മരിച്ചു പോവും. അത് കേട്ട് ഇപ്പൊ ഹൊഗൂട്ടോ ഷോക്കായി നിൽക്കും. കുട്ടപ്പൻ അടിച്ചു പറയും ഒരിക്കലും അവനൊന്നും സംഭവിക്കില്ല. അതേസമയം ഇപ്പൊ ഹൊഗൂട്ട മുൻപിലേക്ക് വന്ന് ഇതിനെല്ലാം കാരണം ആ ഒരു സ്റ്റാർ ട്രെയിനിങ് ചെയ്തതുകൊണ്ടാണ്. ആ സ്റ്റാർ ആണ് ഞങ്ങൾക്ക് പവർ തരുന്നത്. പക്ഷെ അത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ചക്ര പവർ കൂടി വലിയ അപകടം ഉണ്ടാകും. അതുകൊണ്ടാണ് അന്ന് ട്രെയിനിങ് എടുത്തപ്പോ മിസൂറ ബോധം കെട്ട് വീണത്. അന്ന് മുതലാണ് തേർഡ് ഹൊക്കാകെ ഈ ഒരു ട്രെയിനിങ് അത് ഗ്രാമത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് ഒരു ഉത്തരവിറക്കിയത്. പിന്നീട് ലോർഡ് അക്കൗഷിയാണ് ഈ ഒരു ട്രെയിനിങ് വീണ്ടും ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്നാണ് ഞങ്ങൾ എല്ലാവരും ആ ഒരു ട്രെയിനിങ് ഇപ്പൊ വീണ്ടും പുനരാരംഭിച്ചത്. അതിന് നറൂട്ടോ ഇത് ഇത്രയും ഡേഞ്ചർ ആണെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് ഹൊഗൂട്ടോ പറയും, ഞങ്ങളുടെ ഗ്രാമത്തിൽ ജനിച്ച ആരും ആ ഒരു സ്റ്റാർ ട്രെയിനിങ് കണ്ട് പേടിക്കാൻ പാടില്ല. അങ്ങനെ പേടിക്കാതെ പ്രാക്ടീസ് ചെയ്ത് അതിന്റെ പവർ സ്വായത്തമാക്കിയാല് തീർച്ചയായിട്ടും ഈ ഒരു ഗ്രാമത്തിന്റെ സ്റ്റാർ ഷിനോബിയായി മാറാൻ ഞങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല ട്രെയിനിങ്ങിന്റെ ഇടയിൽ മരണപ്പെട്ടു പോയാലും അതുപോലും ഞങ്ങൾക്ക് അഭിമാനമാണ്. കട്ട് ചെയ്ത ആ അക്കഘോഷി അവനാവട്ടെ ഒരു പ്രാവിനെ ഉപയോഗിച്ചുകൊണ്ട് മാസ്ക് ഇട്ട് സ്റ്റാർ അടിച്ചു മാറ്റിയ ആ ഒരു കള്ളിക്ക് ഇപ്പൊ ഒരു ദൂതയക്കും. ഇവിടെ മാസ്ക് ഇട്ട ആ ഒരു കള്ളി നട്സുകി അവിടെ ഒരു കല്ലറ തുറന്ന് ആ ഒരു സ്റ്റാർ ഇപ്പൊ വളരെ സേഫ് ആയിട്ട് അതിനുള്ളിൽ വെച്ച് ആ കല്ലറ അടയ്ക്കും. അപ്പൊ ദൂരത്തായിട്ട് ഇപ്പൊ ഒവാഷി അയച്ച ആ ഒരു പ്രാവിനെ അവള് കാണും. അതിനെ കാണുമ്പോ തന്നെ അവള് ഷോക്കായിട്ട് അങ്ങനെ അതിനെ ക്യാച്ച് ചെയ്ത് ഇപ്പൊ ചെക്ക് ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്ത ഇപ്പൊ മിസൂറ
കുട്ടപ്പൻ അവൾക്ക് കൊടുത്ത സ്റ്റിക്ക് അത് കയ്യിലെടുത്ത് ഒരുപാട് വിഷമത്തോടുകൂടെ ഇപ്പൊ കുട്ടപ്പന് താങ്ക്സ് പറയും. നമ്മുടെ കുട്ടപ്പനാവട്ടെ സൊമുറ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇപ്പൊ സേഫാണ്. പക്ഷേ സൊമുറു അവനില്ലാത്തോണ്ട് തന്നെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഇപ്പൊ ഒരുപാട് വിഷമാണ്. ഈ സ്റ്റാർ വില്ലേജിലുള്ള ആരോ തന്നെയാണ് ഇതിനെല്ലാം പിന്നില്. അപ്പൊ നെജി പറയും, നമ്മൾ ഇവിടേക്ക് എത്തിയത് തന്നെ ആ ഒരു സ്റ്റാറിനെ സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലീയും ടെൻറ്റണും ആവട്ടെ ഈ ഗ്രാമത്തിലെ ഹൊക്കാകെ അവൻ എവിടെയാണെന്ന് ഉടൻ തന്നെ കണ്ടുപിടിക്കണം. അതുമാത്രമല്ല, അവൻ ഓൾറെഡി ആ ഒരു സ്റ്റാർ കിട്ടിയിട്ടും പിന്നീട് വീണ്ടും തിരിച്ചു വന്ന് സുമറുവെ പൊക്കിയെടുത്ത് എന്തിന് വാലി ഓഫ് ഡെത്ത് വഴി അവൻ പോയി. സോ ആ ഒരു മാസ്ക് മാൻ 2 തവണ വന്നപ്പോഴും ഞാൻ അവനെ ചെക്ക് ചെയ്തിരുന്നു. അതിലൂടെ അവന്റെ ബോഡിയിലെ ചക്ര പോയിന്റ്സ് എല്ലാം തന്നെ ഡിഫറെന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതിനർത്ഥം ഇതിനെല്ലാം പിന്നില് മാസ്ക് ഇട്ട ഒരാളല്ല, മറിച്ച് 2 പേരുണ്ട്. കട്ട് ചെയ്ത ഇപ്പൊ അക്കഹോഷിയുടെ അടുത്തേക്ക് ആ ഒരു കള്ളി നട്സുകി തന്നെ ഇപ്പൊ കടന്നു വരും. അവൾ അവനോട് സുമറു എവിടെ, എനിക്കവനെ തിരിച്ചു വേണമെന്ന് പറയുമ്പോ അവൻ പറയും, തീർച്ചയായിട്ടും നിനക്കവനെ തിരികെ കിട്ടും. പക്ഷെ അതിനു മുൻപ് ആ സ്റ്റാർ അതെനിക്ക് വേണം. ആ സ്റ്റാർ അതിപ്പോ തന്നെ എനിക്ക് തന്നോ, അല്ലെങ്കിൽ നീ കൂടുതൽ വിഷമിക്കേണ്ടി വരുന്നു പറഞ്ഞ് അവനാവട്ടെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്റ്റാർ ബീസ്റ്റിനെ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിന് നട്സുകി പറയും, നിനക്കെന്റെ പവർ അതെന്താണെന്ന് പോലും അറിയില്ല, ഒരിക്കലും നിനക്ക് എന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് അവളാവട്ടെ ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ അവളും ഒരു ബീസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോ അക്കഹോഷിക്ക് മനസ്സിലാവും അവൻ ഒരിക്കലും അവളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. അക്കഘോഷി ഉടൻ തന്നെ അവന്റെ 2 ശിങ്കിടികളെ ഇപ്പൊ കുട്ടപ്പന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് അയക്കും. അവര് കുട്ടപ്പന്റെ അടുത്ത് വന്ന് പറയും, ആ ഒരു കള്ളി അവളൊരു ബീസ്റ്റുമായി വന്ന് ഇപ്പൊ അക്കഘോഷിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അക്കഘോഷിയെ സഹായിക്കാനായി ഞങ്ങളുടെ കൂടെ തന്നെ വരണം. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ കുട്ടപ്പൻ അവരുടെ കൂടെ ഓടാൻ തുടങ്ങും. പക്ഷെ നെജിക്ക് അവൻ എന്തോ ഒരു സംശയം ഇപ്പൊ കാര്യമായിട്ട് തോന്നും. ഇവിടെ ലീയും ടെൻറ്റണും ആവട്ടെ അക്കഘോഷിയുടെ റൂമിൽ പോയി അവിടെയുള്ള കാര്യങ്ങള് പരിശോധിക്കാനായിട്ട് ആരംഭിക്കും. ആ റൂമില് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവും. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇപ്പൊ നമ്മുടെ ആൾക്കാര് നൈസായിട്ട് ഒരു ഡോറിന്റെ അടുത്തെത്തും. അപ്പൊ ഡോറിന്റെ മറുവശത്തായിട്ട് എന്തോ ഉള്ളതായിട്ട് അവർക്ക് തോന്നും. അവര് പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കുമ്പോഴായിരിക്കും അവിടെ ഒരു കട്ടിലില് ഇപ്പൊ സുമറ് കിടക്കുന്ന കാണുക. നമ്മുടെ ആൾക്കാർ അത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോ ഇവിടെ അക്കഘോഷിയും ആ ഒരു കള്ളിയും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കയർത്ത് അവർ ഫൈറ്റ് ചെയ്യാനായിട്ട് അവരുടെ ബീസ്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങും. അവളുടെ ബീസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ വലിയ രാക്ഷസനെ പോലെ നിൽക്കുമ്പോ അവന്റെ ബീസ്റ്റ് അതൊരു കുഞ്ഞാടിനെ പോലെ വളരെ ചെറുതാണ്. അവൻ പറയും, എനിക്ക് ആ സ്റ്റാർ ഉപയോഗിച്ചുകൊണ്ട് നിന്നെപ്പോലുള്ള നല്ല പവർഫുള്ളായ ഒരുപാട് പേരെ എന്റെ ഗ്രാമത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു തരത്തിൽ ആലോചിച്ചാല് അവന്റെ ഉദ്ദേശം അത് നല്ലതാണ്. പക്ഷെ മറ്റൊരു സൈഡില് ഈ ഒരു ട്രെയിനിങ് എടുത്ത് ഒരുപാട് കുട്ടികള് മരണപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവള് പറയും, ഇനിയും ഈ ട്രെയിനിങ് എടുത്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല. അതിനവൻ പറയും, ഇതിന് നീ സമ്മതിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സുമറുവെ ഞാൻ കൊന്നുകളയും. അത് കേട്ട് 1 മിനിറ്റ് അവള് ഫ്രീസായി പോവും. കാരണം സുമറുവെ അത്രമേൽ അവൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അതേ സമയത്ത് തന്നെ നമ്മുടെ കുട്ടപ്പനും ടീമും അവിടേക്ക് എത്തിച്ചേരും. നമ്മുടെ മാസ്ക് പെണ്ണിനെ കണ്ട ഉടൻ തന്നെ ഞാൻ പോയി അറ്റാക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. അതിന് അവര് പറയും, സൂക്ഷിച്ചു വേണം, അവള് വളരെ പവർഫുൾ ആണ്. കുട്ടപ്പൻ അവന്റെ ക്ലൗൺസുമായിട്ട് ചാട്ടി അങ്ങോട്ട് വീഴുമ്പോ അവളാവട്ടെ ഒരൊറ്റ അടിയില് കുട്ടപ്പന്റെ സർവ്വ ക്ലൗൺസിനെയും ഇപ്പൊ അടിച്ചു തെറിപ്പിച്ച് ഇല്ലാതാക്കി കളയും. അവളുടെ പവർ കണ്ട് ഇപ്പൊ നെജി പോലും 1 മിനിറ്റ് കണ്ണു തള്ളി നിൽക്കും. പക്ഷെ നമ്മുടെ കുട്ടപ്പന് ഓൾറെഡി അവൾ പവർഫുൾ ആണെന്നറിയാം. അവൻ കാഷ്വലായിട്ട് അവളുടെ കാലിന്റെ ചോട്ടി പോയി വീണ് അങ്ങനെ തന്നെ ചാടി എഴുന്നേറ്റ് അവളുടെ മോന്തക്കിട്ട് തന്നെ ഒരൊറ്റ അടി. ആ അടിയില് അവളുടെ മാസ്ക് തെറിച്ചു പോയി. അവൾ അങ്ങനെ താഴെ വീടുമ്പോ അക്കഘോഷിക്ക് ഇപ്പൊ ഒരുപാട് സന്തോഷാവും. ഇതന്നെ സമയം എന്ന് പറഞ്ഞ് അവനാവട്ടെ അവന്റെ ബീസ്റ്റിനെ ഉപയോഗിച്ച് ആ പാറയുടെ സൈഡ് തന്നെ ഇപ്പൊ തല്ലി അങ്ങോട്ട് പൊട്ടിക്കും. പക്ഷെ പാറ പൊളിഞ്ഞ് അവൾ താഴേക്ക് വീഴുമ്പോ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ കുട്ടപ്പനും താഴേക്ക് വീഴാൻ തുടങ്ങും. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുക എന്തോ ഒരു പ്രശ്നം അത് നടക്കുന്നുണ്ട്. അങ്ങനെ കൺട്രോൾ പോയി കുട്ടപ്പനും അവളും താഴേക്ക് വീഴുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.